ഹലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മളൊരു ഫെൻസ് ചെയ്യുമ്പോൾ നോട്ടഡ് ഫെൻസ് ആയിക്കോട്ടെ, നമ്മളെ ചെയിൻ ലിങ്ക് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ബാർബിഡ് വയർ ആയിക്കോട്ടെ, ഫെൻസ് ചെയ്യുമ്പോൾ ഏത് പോസ്റ്റാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ടാറ്റയ്ക്ക് എസ്പെഷ്യലി പോസ്റ്റ് ഉണ്ടോ അതോ GI പൈപ്പാണോ യൂസ് ചെയ്യാറ്, അങ്ങനെയുള്ള ഡൗട്ടുകൾ നമുക്ക് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഇന്നെൻ്റെ കയ്യിലിരിക്കുന്നതാണ് നമ്മളെ ടാറ്റ ഇൻ്റർനാഷണലിൻ്റെ സ്റ്റെം പോസ്റ്റ്. അതായത് ടാറ്റ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന സ്റ്റെം പോസ്റ്റാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് എയറോഡൈനാമിക് സ്ട്രക്ചറാണ്. അതായത് നമ്മളൊരു എയറോപ്ലെയിനിൻ്റെ വ്യൂ ഉണ്ടല്ലോ, ബാക്കിൽ നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, 3 ലീഫ് വരുന്ന വ്യൂ, ആ ഒരു വ്യൂ ആണ് ഈ ഒരു സ്റ്റെം പോസ്റ്റിന് വരുന്നത്. അതുപോലെ നമുക്കിത് റെഡി ടു യൂസ് ആണ്. നമ്മൾ GI പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ അളവിനനുസരിച്ച് കട്ട് ചെയ്യണം, താഴെ എന്ത് ചെയ്യണം, റാഡ് വെൽഡ് ചെയ്ത് വെക്കണം, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരും. ഇനി അതല്ല നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 2 വർഷം മാക്സിമം കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ ലൈഫ് ഉണ്ടാവും. പിന്നെ നുരുമ്പിച്ച് പോകാനും പൊടിഞ്ഞു പോകാനൊക്കെ തുടങ്ങും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് റെഡി ടു യൂസ് ആണ്. നമുക്ക് കാണാൻ താഴെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു റാഡ് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ച റാഡ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ത്രൂ ഔട്ട് എന്ത് വരുന്നുണ്ട്, ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് റെഡി ടു യൂസ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈറ്റിൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കോൺക്രീറ്റ് പോസ്റ്റ് എടുക്കുമ്പോൾ ഏകദേശം 10-30 കിലോനോളം ഒരു പോസ്റ്റ് വരും. നമുക്ക് ആ ഒരു വെയിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനത്തെ 10 പോസ്റ്റ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഹില്ലി ഏരിയാസിലൊക്കെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ എളുപ്പമാവും. അതായത് അതൊരു 10 പോസ്റ്റ് കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതൊരു 100 പോസ്റ്റ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ടാറ്റയുടെ സ്റ്റെം പോസ്റ്റ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഫെൻസിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുമ്പോൾ ടാറ്റ സ്റ്റെം പോസ്റ്റ് ചോദിച്ച് മേടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.